ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ EVS യൂണിറ്റ് 2 ഇന്ത്യ എൻ്റെ രാജ്യം. അപ്പോൾ ഇത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. തേജസിൻ്റെ സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടക്കുകയാണ്. സാമൂഹ്യശാസ്ത്ര ക്ലബിൻ്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഫോട്ടോയിൽ കാണാൻ പറ്റും, ഒരു അസംബ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ, സ്വാതന്ത്ര്യദിനത്തിൻ്റെ. മേഘ ടീച്ചർ ഓരോ ഗ്രൂപ്പിനും ചുമതലകൾ നൽകി. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട പതിപ്പു തയ്യാറാക്കുന്ന ചുമതലയാണ് തേജസിനും കൂട്ടുകാർക്കും ലഭിച്ചത്. പതിപ്പിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ അവർ ഗ്രന്ഥശാല സന്ദർശിക്കാൻ തീരുമാനിച്ചു. അവരുടെ മുൻ അധ്യാപകനായ വിനയൻ മാഷാണ് ഗ്രന്ഥശാലയുടെ ലൈബ്രറിയൻ. കുട്ടികൾ മാഷിനോട് ഗ്രന്ഥശാല സന്ദർശനത്തിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കി. കുട്ടികളെ, നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന വിദേശികൾ ആരാണെന്നു പറയാമോ? വിനയൻ മാഷ് ചോദിച്ചു. ബ്രിട്ടീഷുകാർ, ഭവ്യ ആവേശത്തോടെ പറഞ്ഞു. മിടുക്കി. ആട്ടെ, എങ്ങനെയാണ് അവർ നമ്മുടെ അധികാരികളായി മാറിയതെന്ന് നിങ്ങൾക്കറിയാമോ? കുട്ടികൾ അറിയില്ലെന്ന മട്ടിൽ പരസ്പരം നോക്കി. മാഷ് ഗ്രന്ഥശാലയിൽ നിന്ന് ഒരു ചിത്രകഥാ പുസ്തകം അവർക്ക് വായിക്കാനായി നൽകി. കൂട്ടുകാർ താൽപ്പര്യത്തോടെ പുസ്തകം വായിച്ചു തുടങ്ങി. നെക്സ്റ്റ് പേജിൽ തന്നിട്ടുള്ള ഓരോന്നും നമുക്ക് വായിക്കാം. ഒന്നാമത്തേത്, ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും പട്ട്, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്നതിനായാണ് വിദേശികൾ കപ്പലുകളിൽ ആദ്യമായി ഇന്ത്യയിലെത്തിയത്. 2, പതിയെ അവർ രാജാക്കന്മാരിൽ നിന്ന് പ്രത്യേക ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് ഇവിടെ വ്യവസായശാലകൾ സ്ഥാപിച്ചു. 3, ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ രാജാക്കന്മാർ പരസ്പരം ശത്രുക്കളായി പോരടിച്ച് നിന്നിരുന്നതിനാൽ വിദേശികൾക്ക് എളുപ്പത്തിൽ അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. 4, പീരങ്കി, തോക്ക് തുടങ്ങിയ മെച്ചപ്പെട്ട ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളും ഉപയോഗിച്ച് നാട്ടുകാരെ അവർ വരുതിയിലാക്കി. 5, ക്രമേണ കൃഷിയും കച്ചവടവും രാജാക്കന്മാരും അവരുടെ നിയന്ത്രണത്തിലായി. നാട്ടുരാജ്യങ്ങൾ അവർ പിടിച്ചെടുത്തു. 6, കാലങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ മുഴുവൻ പ്രദേശങ്ങളിലും ബ്രിട്ടീഷുകാർ ആധിപത്യം നേടി. പിന്നീടുള്ള 200ഓളം വർഷം ഇന്ത്യ അവരുടെ അധീനതയിലായിരുന്നു. നെക്സ്റ്റ്, ചിത്രകഥ വായിച്ചല്ലോ, ഇനി എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ. മാഷ് തുടർന്നു. മാഷിൻ്റെ ചോദ്യങ്ങൾക്ക് നിങ്ങളും ഉത്തരം കണ്ടെത്തൂ. ഒന്നാമത്തെ ചോദ്യം എന്താ? വിദേശികൾ ഇന്ത്യയിലെത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? എന്തിനാണ്? ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും പട്ടു, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്നതിനായാണ് വിദേശികൾ ആദ്യമായി ഇന്ത്യയിലെത്തിയത് അല്ലേ? ആ ചിത്രകഥയിൽ ഫസ്റ്റത്തേണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിദേശികൾക്ക് ഇന്ത്യയിൽ അധികാരം സ്ഥാപിക്കാൻ എളുപ്പത്തിൽ കഴിഞ്ഞതെങ്ങനെ? എങ്ങനെയാണ്? ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ രാജാക്കന്മാർ പരസ്പരം ശത്രുക്കളായി പോരടിച്ച് നിന്നതിനാൽ അവർക്ക് പെട്ടെന്ന് അധികാരം സ്ഥാപിക്കാൻ കഴിഞ്ഞു. 3ാമത്തെയാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. നെക്സ്റ്റ്, ബ്രിട്ടീഷുകാരുമായുള്ള പോരാട്ടങ്ങളിൽ ഇന്ത്യക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നത് എന്തുകൊണ്ടായിരുന്നു? കാരണം എന്താണ്? അവരുടെ കയ്യിൽ പീരങ്കി, തോക്ക് തുടങ്ങിയ മെച്ചപ്പെട്ട ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മുന്നിൽ ഇന്ത്യക്കാർക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അല്ലേ? അടുത്തത്, ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടങ്ങൾ. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വളരെയധികം പ്രയാസം അനുഭവിച്ചു അല്ലേ മാഷേ? നീന ചോദിച്ചു. അതെ, പൊറുതിമുട്ടിയ ജനം വിവിധ സ്ഥലങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരായി സമരങ്ങൾക്ക് തുടക്കമിട്ടു. നിയമങ്ങൾ ലംഘിച്ചും നിസ്സഹകരണം പ്രഖ്യാപിച്ചും ജാഥകൾ സംഘടിപ്പിച്ചും അവർ പ്രതിഷേധിച്ചു. ഇത്തരം പ്രതിഷേധങ്ങളല്ലേ മാഷേ സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഉടൻ വന്നു നവീനിൻ്റെ സംശയം. മാഷ് നവീനിനെ തോളിൽ തട്ടി അഭിനന്ദിച്ചു. ഇനി നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിലെ ചില പ്രധാന സംഭവങ്ങൾ പരിചയപ്പെടാം. മാഷ് അലമാരയിൽ നിന്ന് ഒരു പുസ്തകമെടുത്ത് കുട്ടികൾക്ക് നൽകി. പുസ്തകത്തിൽ നിന്ന് കുട്ടികൾ ശേഖരിച്ച വിവരങ്ങൾ വായിക്കൂ. ഉപ്പു സത്യാഗ്രഹം 1930. അക്കാലത്ത് കടൽ വെള്ളം വറ്റിച്ച് ഉപ്പുണ്ടാക്കുന്ന ജോലിയിൽ ധാരാളം ഇന്ത്യക്കാർ ഏർപ്പെട്ടിരുന്നു. ക്രൂരരായ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യക്കാർ ഉപ്പെടുക്കുന്നതിന് നികുതി അടയ്ക്കണമെന്ന് പ്രഖ്യാപിച്ചു. നികുതി എന്ന് പറഞ്ഞാൽ ഒരു തുക. നികുതി കൊടുക്കാതെ ഉപ്പ് കുറുക്കുന്നവരെ തടങ്കലിലാക്കി. ഇതിനെതിരെ ഗാന്ധിജി ജനങ്ങളെ സംഘടിപ്പിച്ചു. ഗാന്ധിജിയുടെ സബർമതി ആശ്രമത്തിൽ നിന്ന് വളരെ അകലെയുള്ള ദണ്ഡി കടപ്പുറത്തേക്ക് ജാഥയായി അവർ നീങ്ങി. കടലിൽ നിന്ന് ഒരു പിടി ഉപ്പ് വാരിയെടുത്ത് ഗാന്ധിജി പറഞ്ഞു,
ഉപ്പു പിടിച്ച ഈ കൈകൾ തകർക്കപ്പെട്ടാലും ഉപ്പു വിട്ടുകൊടുക്കില്ല. ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ടീച്ചറുടെ സഹായത്തോടെ കണ്ടെത്തൂ. ഈ സംഭവമാണ് നമ്മൾ ഉപ്പു സത്യാഗ്രഹം എന്ന് പറയുന്നത് കേട്ടോ. ഉപ്പു സത്യാഗ്രഹം സംഘടിപ്പിച്ച തീയതിയും സ്ഥലവും എന്നാണ് 1930 മാർച്ച് 12-നാണ് ഇത് തുടങ്ങിയത്. സബർമതി ആശ്രമത്തിൽ നിന്നും ഏപ്രിൽ 6-നാണ് ഈ സമരം ദണ്ഡി കടപ്പുറത്ത് വെച്ച് അവസാനിപ്പിച്ചത്. ഗാന്ധിജിയുടെ നേതൃത്വം എന്താ പറയുക, മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഉപ്പു സത്യാഗ്രഹം നടന്നത്. പിന്നെ അടുത്തത് ദണ്ഡി യാത്ര. എന്താണ്, ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ഗാന്ധിജിയും അനുയായികളും നടത്തിയ കാൽനട യാത്രയാണ് ദണ്ഡി യാത്ര എന്നറിയപ്പെടുന്നത്. ഇനി അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരം 1942. തുടർന്ന് മാഷ് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഡയറിക്കുറിപ്പ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. നമുക്കൊന്ന് വായിക്കാം. 1942 ഓഗസ്റ്റ് 8. സ്വാതന്ത്ര്യദിനത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ എനിക്ക് ഏറ്റവും ആവേശവും ഊർജവും ലഭിച്ച ദിനമായിരുന്നു ഇന്ന്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബോംബെ സമ്മേളനത്തിൽ ഇന്ന് ഞാൻ പങ്കെടുത്തു. സമ്മേളനത്തിൽ വെച്ച് ക്വിറ്റ് ഇന്ത്യ എന്ന ആവശ്യം അവതരിപ്പിക്കപ്പെട്ടു. ഇന്ത്യ വിടുക എന്നതാണത്രേ ഈ മുദ്രാവാക്യത്തിൻ്റെ അർത്ഥം. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഏറ്റവും ശക്തിയാർന്ന സമരമായിരിക്കണം ഇതെന്ന് ഗാന്ധിജി ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ബാപ്പുജി എല്ലാവരോടും ആഹ്വാനം ചെയ്തു. ഇതു കേട്ട ഞാൻ അറിയാതെ എഴുന്നേറ്റു നിന്ന് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചുപോയി, ക്വിറ്റ് ഇന്ത്യ, ക്വിറ്റ് ഇന്ത്യ. ഗാന്ധിജിയുടെ ആഹ്വാനമനുസരിച്ച് ആയിരങ്ങൾ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടാകുമല്ലോ മാഷേ, തേജസ് ചോദിച്ചു. മാഷ് പറഞ്ഞു, തീർച്ചയായും. ഈ സമരത്തിൻ്റെ മുദ്രാവാക്യം ഇന്ത്യയിലെങ്ങും മുഴങ്ങിക്കേട്ടു. ഇത് ജനങ്ങൾക്ക് കൂടുതൽ ശക്തി പകർന്നു. മാഷ് പറഞ്ഞു, ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് താഴെ പറയുന്ന വിവരങ്ങൾ ക്ലാസ് ലൈബ്രറിയുടെ സഹായത്തോട് ശേഖരിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് തന്നിട്ടുള്ളത് ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്. 1942 ഓഗസ്റ്റ് 8-നാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്. അതിനാൽ ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നു. അപ്പോൾ ഓഗസ്റ്റ് 9-ന്. അടുത്തത് നേതൃത്വം നൽകിയവർ ആരാണ്? മഹാത്മാഗാന്ധിയാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിനും നേതൃത്വം നൽകിയത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന അദ്ദേഹത്തിൻ്റെ ആഹ്വാനം ഈ സമരത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഓക്കെ. അടുത്തത് ഈ സമരത്തിൻ്റെ ഫലം എന്താണ്? ഈ സമരം ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ഇന്ത്യൻ ജനതയുടെ ശക്തമായ ചെറുത്തുനിൽപ്പിന് ഉത്തേജനം നൽകി. അടുത്തത് സ്വാതന്ത്ര്യ സമരം കേരളത്തിലും. അപ്പോൾ കേരളത്തിലും ധാരാളം സമരങ്ങൾ നടന്നിട്ടുണ്ടാകില്ലേ മാഷേ, നവീൻ ചോദിച്ചു. ഉവ്വ്, ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമരങ്ങളുടെ ആവേശം കേരളത്തിലും അലയടിച്ചു. കണ്ണൂരിലെ പയ്യന്നൂർ കടപ്പുറത്തും ഉപ്പ് നിയമം ലംഘിക്കപ്പെട്ടു. സമരത്തിൻ്റെ നേതാവായി പ്രവർത്തിച്ചത് കെ കേളപ്പനായിരുന്നു. കെ കേളപ്പൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ തന്നിട്ടുണ്ട്. പിന്നീട് എല്ലാവരും അദ്ദേഹത്തെ കേരള ഗാന്ധി എന്ന് വിളിച്ചു. കേരളത്തിൽ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മറ്റുള്ളവർ ആരൊക്കെയായിരുന്നു മാഷേ? കുട്ടികൾക്ക് കൂടുതൽ അറിയണമെന്നായി 100 കണക്കിന് പേരുണ്ട് കേട്ടോ. ടി കെ മാധവൻ, കെ പി കേശവമേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, എ കെ ഗോപാലൻ, അക്കാമ്മ ചെറിയാൻ, കുട്ടിമാളു അമ്മ തുടങ്ങിയ അനേകം ആളുകൾ മാഷ് ഓർമ്മിച്ചെടുത്തു പറഞ്ഞു. മാഷ് പറഞ്ഞ വിവരങ്ങളെല്ലാം കുട്ടികൾ കുറിച്ചെടുത്തു. സ്വാതന്ത്ര്യദിനത്തിനു വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ അന്വേഷിച്ചെഴുതുക. മലബാർ കലാപം തന്നിട്ടുണ്ട്. പിന്നെ ഏതൊക്കെയാണ് കേരളത്തിൽ നടന്ന സമരങ്ങൾ? പിന്നെ ഒന്നാണ് കുറിച്യർ ലഹള, പിന്നെ അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹം, പിന്നെ വൈക്കം സത്യാഗ്രഹം. ഇതൊക്കെ കേരളത്തിൽ നടന്ന ഓരോ സമരങ്ങളാണ്. അടുത്തത് സ്വാതന്ത്ര്യ സമര നേതാക്കൾ. മഹാത്മാഗാന്ധി. ഇന്ത്യയിലെമ്പാടുമുള്ള സ്വാതന്ത്ര്യ സമരക്കാർക്ക് പ്രചോദനമായ നേതാവ് ആരായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ കുട്ടികളെ? ഗാന്ധിജി. മാഷിൻ്റെ ചോദ്യവും കുട്ടികളുടെ ഉത്തരവും ഒരുമിച്ചായിരുന്നു. ഗ്രന്ഥശാലയിലെ പുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധിജിയെക്കുറിച്ച് കുട്ടികൾ ശേഖരിച്ച വിവരങ്ങൾ വായിക്കൂ. ഗാന്ധിജിൻ്റെ ഒരു കുറിപ്പ് തന്നിട്ടുണ്ട്, അതൊന്ന് നമുക്ക് വായിക്കാം. ഗുജറാത്തിലെ പോർബന്തറിലാണ് ഗാന്ധിജി ജനിച്ചത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു യഥാർത്ഥ പേര്. ദക്ഷിണാഫ്രിക്കയിലെ വക്കീൽ ഉദ്യോഗം ഉപേക്ഷിച്ച് തിരികെ ഇന്ത്യയിലെത്തിയ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേർന്നു.
ലളിതമായ ജീവിതവും ഉയർന്ന ചിന്തയും ഹൃദ്യമായ ഇടപെടലും കൊണ്ട് വളരെ പെട്ടെന്ന് അദ്ദേഹം ഇന്ത്യയുടെ നേതാവായി ഉയർന്നു. സത്യവും അഹിംസയും അദ്ദേഹത്തിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും തെളിഞ്ഞു നിന്നു. കുട്ടികൾ അദ്ദേഹത്തെ ബാപ്പുജി എന്ന് സ്നേഹത്തോടെ വിളിച്ചു. ചമ്പാരൻ സമരം 1917, നിസ്സഹകരണ സമരം 1920, ഉപ്പു സത്യാഗ്രഹം 1930, ക്വിറ്റ് ഇന്ത്യ സമരം 1942 തുടങ്ങിയവയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ഗാന്ധിജിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ സ്കൂൾ ലൈബ്രറിയുടെ സഹായത്തോടെ ശേഖരിച്ച് ചെറുവിവരണം തയ്യാറാക്കൂ. സംഘങ്ങളായി ഗാന്ധി പതിപ്പ് തയ്യാറാക്കൂ. ഇത് നിങ്ങൾക്കുള്ളൊരു വർക്കാണ്. അതായത് ഗാന്ധിജിയുടെ ജനനം, ജന്മസ്ഥലം, മാതാപിതാക്കൾ, ആത്മകഥ, ജീവിതരീതി, സ്വഭാവഗുണങ്ങൾ, സമരരീതി, ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയും ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അടുത്തത് ജവഹർലാൽ നെഹ്റു. ഇനി മറ്റൊരാളെ കൂടി പരിചയപ്പെടുത്താം. താഴെ നൽകിയിരിക്കുന്ന സൂചനകളിൽ നിന്ന് ആളെ കണ്ടെത്താമോ? വിനയൻ മാഷ് ചോദിച്ചു. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുൻനിരയിൽ ഗാന്ധിജിക്കൊപ്പം പ്രവർത്തിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ വിവരം പ്രഖ്യാപിച്ചത് ഇദ്ദേഹമാണ്. കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിച്ചിരുന്നു. അതാരാണ്? ജവഹർലാൽ നെഹ്റു അല്ലേ? നമുക്കറിയാം, നമ്മൾ ചാച്ചാജി എന്ന് വിളിക്കുന്നത് ആരെയാണ്? ജവഹർലാൽ നെഹ്റുവിനെയാണ്. അവിടെ ഒരു ഫോട്ടോയും തന്നിട്ടുണ്ട് അല്ലേ? എല്ലാവരും ചേർന്ന് ഉത്തരം പറഞ്ഞു. ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ. എന്താണ് ഫസ്റ്റ്? നെഹ്റുവിൻ്റെ ജന്മദിനം എന്നാണ്? ഈ ദിനം ഏതു പേരിലാണ് നാം ആഘോഷിക്കുന്നത്? ഏതാണ്? നവംബർ 14. ശിശുദിനമായി നമ്മൾ ആഘോഷിക്കാറില്ല നവംബർ 14. അത് നെഹ്റുവിൻ്റെ ജന്മദിനമാണ്. അടുത്ത ചോദ്യം, നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? എന്താണ്? ആത്മകഥ എന്നാണ് നമ്മൾ നെഹ്റുവിൻ്റെ ആത്മകഥയെ പറയാറ് ട്ടോ. കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാന പങ്കുവഹിച്ച മറ്റു ചിലരെ കൂടി മാഷ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. ആരൊക്കെയാണ്? ഓരോരുത്തരുടെ പേരും ഫോട്ടോയും തന്നിട്ടുണ്ട്. ഫസ്റ്റ് സുഭാഷ് ചന്ദ്രബോസ്, സർദാർ വല്ലഭായ് പട്ടേൽ, ഗോപാലകൃഷ്ണ ഗോഖലെ, സരോജിനി നായിഡു, ബാലഗംഗാധര തിലക്, ഭഗത് സിംഗ്, അരുണ ആസഫ് അലി ഖാൻ, അബ്ദുൽ ഗഫർ ഖാൻ ഇവരൊക്കെയാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നേതാക്കളെ പരിചയപ്പെട്ടല്ലോ. ചുവടെ നൽകിയ വസ്തുതകളുമായി ബന്ധപ്പെട്ട നേതാക്കളെ കണ്ടെത്തി എഴുതൂ. എന്താ തന്നിട്ടുള്ളത്? കുറച്ച് ഓരോരുത്തരെ കുറിച്ചിട്ട് തന്നിട്ടുണ്ട്. ഇതൊക്കെ ആരതാന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ വനിത, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ടു. അതാരാണ്? അതിൻ്റെ ആൻസർ സരോജിനി നായിഡു. ബ്രിട്ടീഷുകാർക്കെതിരെ ധീരതയോടെ ആയുധമെടുത്ത് പോരാടി 23-ാം വയസ്സിൽ തൂക്കിലേറ്റപ്പെട്ടു. അതാരാണ്? ഭഗത് സിംഗ് അല്ലേ? ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ രാജ്ഞി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മധ്യവയോധിക എന്നിങ്ങനെ വിളിക്കപ്പെടുന്നു. അതാരാണ്? അരുണ ആസഫ് അലി അല്ലേ? നാട്ടുരാജ്യങ്ങളെ ചേർത്ത് ഇന്ത്യ എന്ന രാജ്യം രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടു. അതാരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി നേതാജി എന്ന് വിളിക്കപ്പെടുന്നു. അതാരാണ്? സുഭാഷ് ചന്ദ്രബോസ് അല്ലേ? സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. ലോക്മാന്യ എന്നറിയപ്പെടുന്നു. ആരാണ്? ബാലഗംഗാധര തിലക് അല്ലേ? ഗാന്ധിജിയെ രാഷ്ട്രീയത്തിലേക്ക് നയിച്ച ഗുരു, സെർവൻറ്റ്സ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചു. ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ ആദർശങ്ങൾ പിന്തുടർന്നു. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടു. അതാരാണ്? ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ. മറ്റു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ഒരു ചുമർ പത്രിക തയ്യാറാക്കൂ. നിങ്ങളുടെ നാട്ടിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അവരുമായി അഭിമുഖം നടത്തി വിവരങ്ങൾ ശേഖരിക്കൂ. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമുള്ള സ്ഥലങ്ങൾ നിങ്ങളുടെ പ്രദേശത്തുണ്ടോ എന്ന് കൂടി അന്വേഷിക്കൂ. ഇതൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക്.
വിനയൻ മാഷിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തി കുട്ടികൾ സ്വാതന്ത്ര്യദിന പതിപ്പ് തയ്യാറാക്കി. മേഘ ടീച്ചർ പ്രകാശനം ചെയ്ത പതിപ്പിലെ വിവരങ്ങൾ വായിക്കൂ. നമുക്ക് ഒന്ന് വായിക്കാം. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇന്ത്യയിലെമ്പാടും നിരവധി സമരങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു. ഗാന്ധിജിയെ പോലുള്ള നേതാക്കളുടെ വാക്കുകൾ സമരങ്ങൾക്ക് ആവേശം പകർന്നു. ചില സമരങ്ങൾ കലാപങ്ങളായി മാറി. നിരവധി ആളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്തു പോരാടി. അവരിൽ കൂടുതൽ പേർക്കും ജീവൻ നഷ്ടമായി. സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാക്കൾ പലവട്ടം ജയിലിലടക്കപ്പെട്ടു. അവർക്കൊപ്പം ആയിരക്കണക്കിനാളുകൾ അറസ്റ്റ് വരിച്ചു. ഇന്ത്യക്കാരുടെ മേൽ കഠിനമായ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ടു. ഒടുവിൽ നിരന്തരമായ സമരങ്ങളുടെയും ചർച്ചകളുടെയും ഫലമായി ഇന്ത്യയുടെ ഭരണം ഇന്ത്യക്കാർക്ക് കൈമാറാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിതരായി. അടുത്തത് 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതായി പ്രഖ്യാപിക്കപ്പെട്ടു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അങ്ങനെയാണ് ഓഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത്. അടുത്തത്, ഈ അർദ്ധരാത്രിയിൽ ലോകം നിദ്രയിലായിരിക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ്. അദ്ദേഹം ആവേശത്തോടെ പ്രസംഗിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ വായിച്ചല്ലോ. സ്കൂൾ ലൈബ്രറി ഉപയോഗപ്പെടുത്തി കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തൂ. താഴെ നൽകിയ പ്രസ്താവനകൾക്കു നേരെ ഉചിതമായ അടയാളം നൽകൂ. അതായത് ഓരോന്നും വായിച്ചു നോക്കിയിട്ട് ശരിയുള്ളതിന് ശരി, തെറ്റുള്ളതിന് തെറ്റ് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. അനേകം ആളുകൾ ജീവൻ നഷ്ടപ്പെടുത്തി നേടിയതാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ശരിയാണല്ലേ. സ്വാതന്ത്ര്യം നേടിയതിന് പിന്നിൽ ഒരുപാട് ആൾക്കാരെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അടുത്തത്, നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന സമര നേതാക്കളെ നാം ആദരവോടെ ഓർക്കേണ്ടതുണ്ട്. അതും വളരെ ശരിയാണല്ലേ. നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം നാം സംരക്ഷിക്കുകയും പങ്കുവെക്കുകയും വേണം. അതും ശരിയാണ്. ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നാം അഭിമാനിക്കുകയും രാജ്യസ്നേഹം പുലർത്തുകയും വേണം. അതും ശരിയാണ്. എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനം നാം സമുചിതമായി ആഘോഷിക്കണം. അതും ശരിയാണ്. എല്ലാതും കറക്റ്റാണപ്പോൾ, ഒന്നും തെറ്റില്ല, എല്ലാം ശരിയാട്ടോ. സ്വാതന്ത്ര്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട പത്രവാർത്തകളും ചിത്രങ്ങളും ഇൻ്റർനെറ്റിൽ നിന്ന് ശേഖരിച്ച് ടീച്ചറുടെ സഹായത്തോടെ ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കുള്ളൊരു വർക്കാണത്. അടുത്തത്, ഇന്ത്യയുടെ ഭരണഘടന. പാഠപുസ്തകത്തിൽ ആദ്യ ഭാഗത്തും അവസാന ഭാഗത്തും ഭരണഘടന എന്ന തലക്കെട്ടിൽ ചില വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. അത് വായിക്കൂ. ഈ ഭരണഘടന തയ്യാറാക്കിയതിൽ പ്രധാന പങ്കുവഹിച്ചത് ആരാണെന്നറിയാമോ? ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ആയിരുന്ന ഡോക്ടർ ഭീംറാവു റാംജി അംബേദ്കറുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര ഇന്ത്യക്കായി പുതിയൊരു നിയമസംഹിത തയ്യാറാക്കപ്പെട്ടു. ഇന്ത്യയുടെ ഭരണഘടന എന്നാണ് ഈ രേഖ അറിയപ്പെടുന്നത്. 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത്. അതായത് ഇന്ത്യയുടെ ഭരണഘടന എന്നുള്ളൊരു പുതിയ ഭരണഘടന വന്നു. അതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ അല്ലേ. 1950 ജനുവരി 26 ഇത് നിലവിൽ വന്നിട്ടുള്ളത്. പൗരരുടെ അവകാശങ്ങൾ, ചുമതലകൾ, സർക്കാരുകൾ, തിരഞ്ഞെടുപ്പ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ക്ലാസ് ലൈബ്രറിയുടെ സഹായത്തോടെ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് ചോദ്യങ്ങളുണ്ട്, നോക്കാം നമുക്ക്. ഫസ്റ്റ് ചോദ്യം, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിനം ഏതു പേരിലാണ് നാം ആഘോഷിക്കുന്നത്? ഏതാണ്? റിപ്പബ്ലിക് ദിനം അല്ലേ. ജനുവരി 26 റിപ്പബ്ലിക് ദിനം. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മളിപ്പോൾ വായിച്ചു, ഡോക്ടർ BR അംബേദ്കർ അല്ലേ. ഏറ്റവും വലിയ ലിഖിത, അതായത് എഴുതപ്പെട്ട ഭരണഘടനയുടെ രാജ്യം ഏതാണ്? ഇന്ത്യ തന്നെയാണ് അല്ലേ. ഓക്കെ. അടുത്തത്, ഇന്നത്തെ ഇന്ത്യ. കുട്ടികൾ ലൈബ്രറിയിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ കൂട്ടുകാരുമായി പങ്കുവച്ചു. മേഘ ടീച്ചറും ചർച്ചയിൽ പങ്കുചേർന്നു. ടീച്ചറെ, അനേകം നാട്ടുരാജ്യങ്ങൾ ഒരുമിച്ച് ചേർത്തല്ലേ ഇന്ത്യ എന്ന രാജ്യം രൂപീകരിച്ചത്? ജൊഹാനാണ് ഇത്തവണ സംശയം ചോദിച്ചത്. അതെ, ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത പ്രദേശങ്ങളെ ഭരണ സൗകര്യത്തിനായി ഭാഷയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് വേർതിരിച്ചു. ഇപ്രകാരം രൂപം കൊണ്ട പ്രദേശങ്ങൾ സംസ്ഥാനങ്ങൾ എന്നറിയപ്പെടുന്നു. ടീച്ചർ വിശദീകരിച്ചു.
അതായത് നമ്മൾ കാണുന്ന ഈ ഇന്ത്യയും സംസ്ഥാനങ്ങളും ഒന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. കുറച്ച് നാട്ടുരാജ്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് ഇന്ത്യ എന്നൊരു രാജ്യം രൂപീകരിച്ചു. എന്നിട്ട് അതിൽ പല ഭാഷകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഭരണം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഈ ഓരോ ഭാഷയുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച് സംസ്ഥാനങ്ങളാക്കി. അങ്ങനെയാണ് ഓരോ സംസ്ഥാനങ്ങളും ഉണ്ടായത്. ഇനി നമുക്ക് ബാക്കി ഭാഗം നോക്കാം. സംസ്ഥാനങ്ങൾ. ടീച്ചർ കുട്ടികളെ ഇന്ത്യയുടെ ഭൂപടം പരിചയപ്പെടുത്തി. ഇന്ത്യയിൽ ഇപ്പോൾ 28 സംസ്ഥാനങ്ങളാണുള്ളത്. ഓരോ സംസ്ഥാനത്തിൻ്റെയും ഭരണസിരാ കേന്ദ്രത്തെ തലസ്ഥാനം എന്ന് വിളിക്കുന്നു. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും രേഖപ്പെടുത്തിയ ഭൂപടം നിരീക്ഷിക്കൂ. അതായത് ഓരോ സംസ്ഥാനങ്ങളും ഭരണകേന്ദ്രം ഉണ്ട് പറഞ്ഞില്ലേ, ആ ഭരണകേന്ദ്രത്തെ നമ്മൾ തലസ്ഥാനം എന്നാണ് പറയണത് കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇന്ത്യയുടെ ഭൂപടം. ഇതിൽ 28 സംസ്ഥാനങ്ങളാണ് മൊത്തം ഉള്ളത്. അപ്പോൾ ഇനി സംസ്ഥാനങ്ങളുടെ പട്ടിക തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 28 നമ്മൾ ഇതിലേക്ക് എടുത്തെഴുതണം. അതിൽ നോക്കിയിട്ട് തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? 1 കേരളം, 2 തമിഴ്നാട്, 3 കർണാടക, 4 ആന്ധ്രാപ്രദേശ്, 5 ഗോവ, 6 തെലുങ്കാന, 7 മഹാരാഷ്ട്ര. പിന്നെ ബാക്കി എഴുതി നോക്കിയിട്ട് നിങ്ങൾ അങ്ങോട്ട് എഴുതിയെടുക്കണം. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. 8 ഗുജറാത്ത്, 9 രാജസ്ഥാൻ, 10 മധ്യപ്രദേശ്, 11 ഉത്തർപ്രദേശ്, 12 ബീഹാർ, 13 ഒഡീഷ, 14 ഛത്തീസ്ഗഡ്, 15 പഞ്ചാബ്, 16 ഹരിയാന, 17 ഹിമാചൽ പ്രദേശ്, 18 ഉത്തരാഖണ്ഡ്, 19 സിക്കിം, 20 അരുണാചൽ പ്രദേശ്, 21 നാഗാലാൻഡ്, 22 മണിപ്പൂർ, 23 മിസോറാം, 24 ത്രിപുര, 25 മേഘാലയ, 26 ആസാം, 27 പശ്ചിമ ബംഗാൾ, 28 ജാർഖണ്ഡ്. ഇത്രയും സംസ്ഥാനങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ ഓരോന്നും അതിലുണ്ട്. അതിൽ നോക്കിയിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ ഭൂപടത്തിൽ. അടുത്തത് സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനവും ഉൾപ്പെടുത്തി പട്ടിക തയ്യാറാക്കി എൻ്റെ പരിസര പഠന പാഠപുസ്തകത്തിൽ എഴുതാനാണ് നിങ്ങൾക്കുള്ളൊരു വർക്ക്. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ഇന്ത്യയിൽ സംസ്ഥാന പദവിയില്ലാത്ത ചില പ്രദേശങ്ങളുമുണ്ട് കേട്ടോ. ഇവ കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. ഇത്തരം പ്രദേശങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മേഘ ടീച്ചർ കുട്ടികളോട് ചോദിച്ചു. ഞാൻ കേട്ടിട്ടുണ്ട്. ഇവയല്ലേ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നറിയപ്പെടുന്നത്? മിക ചാടി എഴുന്നേറ്റ് പറഞ്ഞു. അതെ, ഇപ്പോൾ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഇന്ത്യയിലുള്ളത്, ടീച്ചർ കൂട്ടിച്ചേർത്തു. അതായത് ഇതിലെന്താ പറയുന്നത്, നമ്മളിപ്പോൾ സംസ്ഥാനങ്ങൾ പഠിച്ചില്ലേ, അപ്പോൾ ഇന്ത്യയിൽ ഇതേപോലെ സംസ്ഥാന പദവി ഇല്ലാത്ത കുറച്ച് പ്രദേശങ്ങളുണ്ട്. അതായത് അത് സംസ്ഥാനങ്ങളല്ല. അത്തരം പ്രദേശങ്ങളെയാണ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഭൂപടത്തിൽ നിന്ന് എഴുതൂ. ഇന്ത്യയുടെ ഭൂപടം നിരീക്ഷിച്ച് താഴെ നൽകിയിരിക്കുന്നവർക്ക് ഉത്തരം കണ്ടെത്താനും പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ്. ഇത് നിങ്ങൾ നോക്കി എഴുതുക കേട്ടോ. ഭൂപടത്തിൽ നിന്ന് മനസ്സിലാവും ഇത്. ഇനി ക്വസ്റ്റ്യൻസ്. ഇന്ത്യയുടെ അയൽരാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യയുടെ? ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാൻ ചിലപ്പോഴുള്ളൂ പരിഗണിക്കപ്പെടുക. പിന്നെ ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലദ്വീപ്. ഇതൊക്കെ സമുദ്ര അതിർത്തിയാണ്, ശ്രീലങ്കയും മാലദ്വീപൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. അറബിക്കടലിൻ്റെ തീരത്തുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം. ഇത് അറബിക്കടലിൻ്റെ തീരത്തുള്ളതാണ്. ഇതൊക്കെ ആ ഭൂപടത്തിൽ കാണാം. അടുത്തത് ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്തുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ബംഗാൾ ഉൾക്കടൽ അതിൻ്റെ തീരത്തുള്ളത് ഏതൊക്കെയാണ്? പശ്ചിമ ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. ഇത് 4ആണ് കേട്ടോ. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഗോവയാണ് അല്ലേ. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ് അല്ലേ. ഈ പച്ച കളറിൽ കാണുന്നത്, ഈ ഇളം പച്ച, അതാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നത്. ഇനി അടുത്തത്. താഴെ നൽകിയിരിക്കുന്ന പദപ്രശ്നം പൂർത്തിയാക്കുക. നമുക്കൊരു ഇത് തന്നിട്ടുണ്ട്, പാറ്റേൺ. അത് നമുക്ക് പൂർത്തിയാക്കണം. എങ്ങനെയാക്കാൻ പറ്റും?
നമുക്ക് താഴെ തന്നിട്ടുള്ളത് വായിക്കാം. എന്തൊക്കെയാണ് ഇത് നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു പദപ്രശ്നം പൂർത്തിയാക്കേണ്ടത്. ഫസ്റ്റ് ഓരോ നമ്പർ അനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ആദ്യം വലത്തോട്ടുള്ളതാണ് തന്നിട്ടുള്ളത്. 1 കേരളത്തിൻ്റെ അയൽ സംസ്ഥാനമാണ്. പിന്നെ ബാംഗ്ലൂരുമാണ് തലസ്ഥാനം. അതേതാണ്? നമ്മളിത് ഭൂപടത്തിൽ നേരെ നോക്കിയിട്ട് വേണം കേട്ടോ എഴുതാൻ. ഇതിൽ നോക്കൂ, കേരളത്തിൻ്റെ അയൽ സംസ്ഥാനമാണ്. പിന്നെ അതേപോലെ ബാംഗ്ലൂരാണ് തലസ്ഥാനം. ബാംഗ്ലൂർ തലസ്ഥാനം ഉള്ളത് ഏതാണ്? കർണാടക ആണ് അല്ലേ? അപ്പോൾ കർണാടക ആണ് ഒന്നാമത്തത്. അപ്പോൾ ഇതിലെങ്ങനെയാണ് എഴുതുക? ഒന്നാമത്തെ നമ്പറാണ് വലത്തോട്ടാണ് അല്ലേ? അപ്പോൾ അങ്ങനെ എഴുതാം. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 1 എഴുതി. ഇനി രണ്ടാമത്തെ നോക്കാം. 2 അറബിക്കടലിൻ്റെ തീരത്താണ് സ്ഥാനം. ഗുജറാത്തുമായി അതിർത്തി പങ്കിടുന്നു. ഏതാണ്? അറബിക്കടലിൻ്റെ തീരത്താണ്, ഗുജറാത്തുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ഏതാണ്? മഹാരാഷ്ട്രയാണ് അല്ലേ? അത് രണ്ടാമത്തത് വലത്തോട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഓരോന്നും ഞാൻ പറഞ്ഞുതരാം, എല്ലാതും നോക്കിയിട്ട് എഴുതുക കേട്ടോ. 3 അയൽ രാജ്യമായ മ്യാൻമാറുമായി അതിർത്തിയുണ്ട്. ത്രിപുരയോട് ചേർന്നാണ് സ്ഥാനം. ഏതാണ്? മിസോറാം ആണ്. അപ്പോൾ അത് മൂന്നാമത്തേൽ എഴുതി കൊടുക്കുക. അടുത്തത് 4 കൊഹിമ ഈ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ്. നാഗാലാൻഡ്. അപ്പോൾ അതൊന്ന് നോക്കി എഴുതുക. 5 ബംഗ്ലാദേശുമായി അതിർത്തിയുണ്ട്. ആസാമിൻ്റെ അയൽ സംസ്ഥാനം. ഏതാണ്? 5 ത്രിപുര. 6 രാജസ്ഥാൻ, പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നിവയുമായി അതിർത്തി പങ്കിടുന്നു. രാജ്യ തലസ്ഥാനമായ ഡൽഹിയോട് ചേർന്നാണ് കാണുന്നത്. അതേതാണ്? ഹരിയാനയാണ് കേട്ടോ. ഇനി താഴേക്കുള്ളത് നോക്കാം. താഴോട്ട് വലുപ്പത്തിൽ രണ്ടാമതുള്ള ഈ സംസ്ഥാനം ഇന്ത്യയുടെ മധ്യഭാഗത്താണ്. ഏതാണ്? നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടാവും, മധ്യപ്രദേശാണ്. ഇന്ത്യയുടെ ഒരു മധ്യഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നതും അതുപോലെ തന്നെ വലുപ്പത്തിൽ രണ്ടാമതാണ്. ഏറ്റവും വലുത് ഏതാണ്? രാജസ്ഥാൻ കഴിഞ്ഞിട്ട് വലുത് മധ്യപ്രദേശ്. അപ്പോൾ അതാണ്. അത് താഴേക്കായി എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇതുപോലെ. ഇനി അടുത്തത് നോക്കാം. അടുത്തത് 7 നമ്പർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ്. ഏതാണ്? രാജസ്ഥാനാണ്, നമുക്കറിയാം. അപ്പോൾ 7ാമത്തെ നമ്പറിൽ നിന്ന് താഴോട്ട് എഴുതി കൊടുക്കുക കേട്ടോ. അടുത്തത് കേരളത്തിൻ്റെ അയൽ സംസ്ഥാനമാണ്. ചെന്നൈയാണ് തലസ്ഥാനം. 8ാമത്തേണ്. അതേതാണ്? തമിഴ്നാട്. അപ്പോൾ തമിഴ്നാട് 8ന്ന് താഴോട്ട് എഴുതി കൊടുക്കുക. 9 ഈ സംസ്ഥാനത്താണ് ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്നത്. അതെവിടെയാണ്? തെലുങ്കാനയിലാണ് ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ഇനി മുകളിലേക്കാണ്. 10ാമത്തെ നമ്പറാണ്. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നു. പാട്നയാണ് തലസ്ഥാനം. അതേതാണ്? ബീഹാറാണ് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഫുള്ള് എഴുതിയത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഫുള്ള് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു ലാസ്റ്റ് ഭാഗത്ത് ത്രിപുരയും തെലുങ്കാനയും അത് രണ്ടും എന്താ അറിയില്ല, കറക്റ്റ് ആവണില്ല. അതിൻ്റെ അപ്പോൾ ഞാൻ അപ്പുറത്തൊരു എക്സ്ട്രാ ഉള്ള ബോക്സിലാണ് ലാ എഴുതി കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതെന്താണ് അങ്ങനെ ആയിന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്തത് നോക്കാം. കൂടുതൽ ചോദ്യങ്ങൾ കണ്ടെത്തി ക്ലാസ്സിൽ ഒരു ചോദ്യോത്തര പയറ്റ് സംഘടിപ്പിക്കൂ. പിന്നെ ഒരു പകർപ്പു കടലാസ് ഉപയോഗിച്ച് ഇന്ത്യയുടെ ഭൂപടം വരച്ച് സംസ്ഥാനങ്ങൾ അടയാളപ്പെടുത്തി അവ കട്ടിയുള്ള കടലാസിൽ ഒട്ടിച്ച ശേഷം സംസ്ഥാനങ്ങൾ വെട്ടിയെടുത്ത് ജിഗ്സോ കളിക്കൂ. ഇതിപ്പോൾ എന്താണ്? പകർപ്പ് കടലാസ് പറഞ്ഞാൽ നമ്മൾ അച്ചടി പേപ്പറില്ലേ, അത് വെച്ചിട്ട് ടെക്സ്റ്റിൽ നിന്ന് എവിടുന്നേലും ഭൂപടം അച്ചടിച്ചിട്ട് സംസ്ഥാനങ്ങളൊക്കെ അടയാളപ്പെടുത്തുക. എന്നിട്ട് അവ കട്ടിയുള്ള കടലാസിക്ക് ഒട്ടിക്കുക. അതിന് ശേഷം വെട്ടിയിട്ട് ജിഗ്സോ എന്തോ ഒരു കളിയുണ്ട്, അത് കളിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാവില്ലേ? നെക്സ്റ്റ് ടോപ്പിക്ക് വൈവിധ്യങ്ങളുടെ ഇന്ത്യ. ഇന്ത്യയിലെ വിവിധ പ്രദേശത്തുള്ളവർ ഒരേ ഭാഷയാണോ സംസാരിക്കുന്നത്? അല്ലല്ലേ. എല്ലാ ഇന്ത്യക്കാരും ഒരേ വിധത്തിലുള്ള വസ്ത്രമാണോ ധരിക്കുന്നത്? അതുമല്ല. ഉത്സവങ്ങളും ആഘോഷങ്ങളും ഇന്ത്യയിൽ എല്ലായിടത്തും ഒരുപോലെയാണോ? നിങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതും അങ്ങനല്ല അല്ലേ. ഒരു രാജ്യം പല ഭാഷ. കേരളീയരുടെ മാതൃഭാഷ മലയാളമാണല്ലോ. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഭാഷ ഏതാണ്? കർണാടകയിലേതാണ്? ഏതൊക്കെയാണ്? എല്ലായിടത്തും ഒരുപോലെ അല്ല അല്ലേ. ഈ കുട്ടികൾ പറയുന്നത് നോക്കാം. മലയാളത്തിൽ ഇന്ത്യ എൻ്റെ രാജ്യമാണ്. തമിഴിൽ ഇന്ത്യ എന്നത് നാട്. കന്നഡയിലോ ഭാരതാവു നന്ന ദേശ്.
തെലുങ്കിൽ ഇന്ത്യനാ ദേശമോ. വ്യത്യസ്ത തരം ഭാഷകളാണല്ലേ ഓരോന്നും. മറ്റേതെല്ലാം ഭാഷകളാണ് ഇന്ത്യയിലുള്ളത് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചില സംസ്ഥാനങ്ങളും അവിടുത്തെ ഭാഷയും തന്നിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ് തെലുങ്ക്, പിന്നെ തെലുങ്കാന, മഹാരാഷ്ട്ര, ഒഡീഷ. ഈ 3 സംസ്ഥാനങ്ങളത്തെ ഭാഷ നമ്മൾ കണ്ടുപിടിക്കണം. ഏതൊക്കെ? തെലുങ്കാനയിൽ തെലുങ്ക് തന്നെയാണ് അവിടെയും. പിന്നെ മഹാരാഷ്ട്രയിൽ മറാത്തി, ഒഡീഷയിൽ ഒഡിയ. ഇത് 3ആണ്. ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷകളിലാണ് മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതൊക്കെയാണവ? അന്വേഷിച്ചു കണ്ടെത്തി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. അതായത് 17 ഭാഷകളിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇംഗ്ലീഷ്, ഹിന്ദി, ആസാമീസ്, ബംഗാളി, ഗുജറാത്തി, കന്നഡ, കാശ്മീരി, കൊങ്കണി, മലയാളം, മറാത്തി, നേപ്പാളി, ഒഡിയ, പഞ്ചാബി, സംസ്കൃതം, തമിഴ്, തെലുങ്ക്, ഉറുദു. 17 ഭാഷകളുണ്ട് മൊത്തം. ഇനി അടുത്തത് ഒരു ദേശം പല വേഷം. ചിത്രം നിരീക്ഷിക്കൂ. എന്താണ്? കുറേ ആൾക്കാർ പലതരത്തിലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് കാണുന്നുണ്ട്. ഇന്ത്യയിലെ ജനങ്ങൾ വസ്ത്രധാരണത്തിൽ എത്രമാത്രം വ്യത്യസ്തരാണെന്ന് കണ്ടല്ലോ. ശരിയാണല്ലേ. ഇതിൽ പല വിധത്തിലുള്ള ഡ്രസ്സുകൾ കാണുന്നുണ്ട്. ചുരിദാർ, സാരി, പിന്നെ ബോയ്സിൻ്റെ, പിന്നെ മിഡി ടോപ്പ്. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ വസ്ത്രമാതൃകകളുടെ ഒരു ഡിജിറ്റൽ പ്രദർശനം ക്ലാസ്സിൽ സംഘടിപ്പിക്കുക. ഇനി നമ്മുടെ രാജ്യത്തെ ചില ആഘോഷങ്ങൾ പരിചയപ്പെടൂ. ചിത്രത്തിലെ ഏതെല്ലാം ആഘോഷങ്ങളാണ് നിങ്ങൾക്ക് പരിചയമുള്ളത്? ചിത്രത്തിൽ നമുക്ക് ഏതൊക്കെ കാണാൻ പറ്റും? ദീപാവലി, പിന്നെ പെരുന്നാൾ, ഓണം, ക്രിസ്മസ്. ഇതൊക്കെ ഓരോ ആഘോഷങ്ങളാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ചിത്രത്തിൽ കാണുന്നത് നിങ്ങൾ ഇതിൽ എഴുതി കൊടുക്കുക. ദീപാവലി, ഈദുൽ ഫിത്തർ, ക്രിസ്മസ്, പിന്നെ അടുത്തത് ഓണം. അതും അവിടെ എഴുതി കൊടുക്കുക കേട്ടോ. പിന്നെ കൂടുതൽ ആഘോഷങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് കലകൾ പലവിധം. ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ കലാരൂപങ്ങളാണോ പ്രചാരത്തിലുള്ളത്? ചിത്രം നിരീക്ഷിക്കൂ. ഏതൊക്കെയാണ്? കുച്ചിപ്പുടി, കഥക്, മോഹിനിയാട്ടം, മണിപ്പൂരി, ഭരതനാട്യം. കുറച്ച് കലാരൂപങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതെല്ലാം നൃത്തരൂപങ്ങൾ നിങ്ങൾക്ക് പരിചയമുണ്ട്? മറ്റുള്ളവ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ പ്രചാരത്തിലുള്ളവയാണ്? കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കലാരൂപം സംസ്ഥാനവും തന്നിട്ടുണ്ട്. മോഹിനിയാട്ടം കേരളത്തിലാണ്, ഭരതനാട്യം തമിഴ്നാട്, കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ്, പിന്നെ അടുത്തത് കഥക് ഉത്തർപ്രദേശ്, പിന്നെ മണിപ്പൂരി മണിപ്പൂർ. ഇത്രേ ഉള്ളൂ. ഭാഷയിലും വേഷത്തിലും ഉത്സവാഘോഷങ്ങളിലും കലാരൂപങ്ങളിലും ഇന്ത്യൻ ജനത എത്രമാത്രം വൈവിധ്യം പുലർത്തുന്നു എന്ന് മനസ്സിലായല്ലോ. ഇത്തരത്തിൽ വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യക്കാരെന്ന നിലയിൽ നമ്മെ ഒരുമിപ്പിക്കുന്ന ചില അടയാളങ്ങൾ പരിചയപ്പെടാം. അടുത്തത് ഒരുമയുടെ അടയാളങ്ങൾ. ഇന്ത്യയുടെ ദേശീയ പതാകയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. മറ്റെന്തൊക്കെയാണ് നമ്മുടെ ദേശീയ അടയാളങ്ങൾ? ദേശീയ ഗാനം, ദേശീയ ഗീതം, ദേശീയ മുദ്ര, പിന്നെന്തൊക്കെയാണ്? ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. ദേശീയ പതാക, ദേശീയ മൃഗം, ദേശീയ പക്ഷി, ദേശീയ പുഷ്പം, അങ്ങനെ കുറേ ഉണ്ട്. അതിന് ഏതെങ്കിലും 2-3 അവിടെ എഴുതി കൊടുക്കുക കേട്ടോ. അടുത്തത് ദേശീയ ഗാനം. സ്കൂളിൽ നാം ദേശീയ ഗാനം ആലപിക്കാറുണ്ടല്ലോ. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ജനഗണമനയാണ് നമ്മുടെ ദേശീയ ഗാനം. നമ്മുടെ ദേശീയ ഗാനം രവീന്ദ്രനാഥ ടാഗോറാണ് രചിച്ചിട്ടുള്ളത്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ക്ലാസ് ലൈബ്രറിയുടെ സഹായത്തോടെ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം. 1. ഏതു ഭാഷയിലാണ് ദേശീയഗാനം എഴുതപ്പെട്ടത്? ഏതാണ്? ബംഗാളി ഭാഷയിലാണ് കേട്ടോ. അടുത്തത് ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എങ്ങനെയാണ് നിൽക്കേണ്ടത്? എങ്ങനെയാണ്? നമ്മൾ നിവർന്ന് അത്യൻഷനായി നിൽക്കണം അല്ലേ. അടുത്തത് ദേശീയ ഗാനം ആലപിക്കുന്നതിന് നിർദ്ദേശിക്കപ്പെട്ട സമയം എത്രയാണ്? 52 സെക്കൻഡാണ് കേട്ടോ. ഇനി അടുത്തത് ദേശീയ മുദ്ര. ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ ദേശീയ മുദ്ര. ഓക്കെ, നമ്മുടെ ദേശീയ മുദ്രയുടെ ചിത്രം നിരീക്ഷിക്കൂ. എവിടെല്ലാമാണ് നിങ്ങൾ ഈ മുദ്ര കണ്ടിട്ടുള്ളത്? എവിടെയൊക്കെ ഇത് കണ്ടിരിക്കുന്നത്? നമ്മളിത് നോട്ട്, പേസമൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ.
അശോക ചക്രവർത്തി ഉത്തർപ്രദേശിലെ സരനാഥിൽ സ്ഥാപിച്ച സ്തൂപത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര. 4 ദിക്കിലേക്കുമായി നോക്കി നിൽക്കുന്ന സിംഹങ്ങളാണ് ഈ മുദ്രയിൽ പ്രധാനമായുള്ളത്. ചുവടെ മധ്യത്തിലായി കാണുന്ന ധർമ്മചക്രമാണ് അശോക ചക്രം. അശോക ചക്രത്തിൽ 24 ആരക്കാലുകളുണ്ട്. ഓക്കെ, താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ഇതിൽ 4 ഭാഗത്തേക്കായി നോക്കി നിൽക്കുന്ന 4 സിംഹങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ ഈ ഭാഗത്ത് കണ്ടോ അശോക ചക്രം. ആ അശോക ചക്രത്തിൽ 24 അരക്കാലുകളുണ്ട്. ഓക്കെ, മുദ്രയുടെ ചുവട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വാക്യം ഏത്? അതിൻ്റെ അർത്ഥം എന്താണ്? ഈ മുദ്രയുടെ ചുവട്ടിൽ സത്യമേവ ജയതേ എന്നൊരു ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത് കാണാം. അതിൻ്റെ അർത്ഥം എന്താണ്? സത്യം മാത്രം ജയിക്കും എന്നതാണ്. ഇനി അടുത്തത്, മുദ്രയിൽ കാണുന്ന മറ്റു മൃഗങ്ങൾ ഏതൊക്കെയാണ്? അതിൽ സിംഹമുണ്ട്, പിന്നെ കാള, കുതിര, ആന. ഈ 4 മൃഗങ്ങളാണ് അതിലുള്ളത്. അതിൻ്റെ അടിഭാഗത്തൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അടുത്തത് ദേശീയ ഗീതം. ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ വന്ദേ മാതരമാണ് നമ്മുടെ ദേശീയ ഗീതം. ബംഗാളി ഭാഷയിൽ സംസ്കൃത പദങ്ങളും ചേർത്താണ് ഇത് എഴുതിയിരിക്കുന്നത്. ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എഴുതിയിട്ടുള്ളത്. അതുപോലെ ബംഗാളി ഭാഷയിൽ സംസ്കൃത പദങ്ങളും ചേർത്താണ് ഇത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അസംബ്ലിയിൽ കൂട്ടുകാരുമൊത്ത് ദേശീയ ഗീതം ആലപിക്കൂ. മറ്റു ദേശീയ അടയാളങ്ങൾ എന്തൊക്കെയെന്ന് കണ്ടെത്തൂ. എന്തൊക്കെയാണ്? അവയുടെ ചിത്രങ്ങളും വിവരങ്ങളും ശേഖരിച്ച് ക്ലാസ്സിലെ പരിസരമൂലയിൽ പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റു ദേശീയ അടയാളങ്ങൾ ഏതൊക്കെ? ദേശീയ അടയാളങ്ങൾ ഞാനിവിടെ കുറേ കൊടുത്തിട്ടുണ്ട്. ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഓക്കെ, ഇനി നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹവും ആദരവും ദേശീയ അടയാളങ്ങളോടും നാം പ്രകടിപ്പിക്കണം. ദേശീയ അടയാളങ്ങളോട് അനാദരവ് പുലർത്തുന്നത് ശിക്ഷാർഹമാണ്. അത് ദേശീയ അടയാളങ്ങളെ നമ്മൾ ആദരിച്ചിട്ടില്ലെങ്കിൽ നമ്മളതിനെ ആദരിക്കാതിരിക്കുന്നത് ശിക്ഷാർഹമായ അത്രയും ഇതുള്ള കാര്യമാണ്. ഇനി ഇന്ത്യ നമ്മുടെ അഭിമാനം. ബ്രിട്ടീഷുകാരുടെ അടിമത്വത്തിൽ നിന്ന് ഇന്നത്തെ ഇന്ത്യയിലേക്ക് നാം സഞ്ചരിച്ചെത്തിയ വഴികൾ മനസ്സിലാക്കിയല്ലോ. അനേകായിരങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തി നേടിയ സ്വാതന്ത്ര്യം. പല നാടുകളിലായി ഭാഷയിലും വേഷത്തിലും ജീവിത രീതികളിലുമെല്ലാം വ്യത്യസ്തമായ ഇന്ത്യക്കാർ. ഈ വൈവിധ്യങ്ങൾക്കിടയിലും ഇന്ത്യക്കാർ എന്ന നിലയിൽ നാം ഒന്നായിരിക്കുന്നു. ഈ ഐക്യബോധമാണ് നാനാത്വത്തിൽ ഏകത്വം. ഇന്ത്യ നമ്മുടെ അഭിമാനം. ഒരേ സ്വരത്തിൽ നമുക്ക് ഒരുമിച്ച് പറയാം. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം. ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. ഓക്കെ, ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ തീർന്നു. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ വിലയിരുത്താൻ കൂടി പറഞ്ഞുതരാം കേട്ടോ. വിലയിരുത്താം. ഒന്നാമത്തെ പ്രവർത്തനം ചേരുംപടി ചേർക്കാനാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിനം, ക്വിറ്റ് ഇന്ത്യ ദിനം, ഗാന്ധിജിയുടെ ചരമദിനം, ഇന്ത്യയുടെ ഭരണഘടനാ ദിനം എന്നാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം നമുക്കറിയാം, ആഗസ്റ്റ് 15, 1947 ആഗസ്റ്റ് 15. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്നാണ്? 1950 ജനുവരി 26. പിന്നെ ക്വിറ്റ് ഇന്ത്യ ദിനം 1942 ആഗസ്റ്റ് 8. ഗാന്ധിജിയുടെ ചരമദിനം എന്നാണ്? 1948 ജനുവരി 30. അടുത്തത്, ഇന്ത്യയുടെ ഭരണഘടനാ ദിനം 1949 നവംബർ 26. ഓക്കെ, അടുത്ത രണ്ടാമത്തെ പ്രവർത്തനം ശരിയോ തെറ്റോ എന്ന് അടയാളപ്പെടുത്തുക. ഗോവ കേരളവുമായി അതിർത്തി പങ്കിടുന്നു. ശരിയാണോ തെറ്റാണോ? അത് തെറ്റാണ് അല്ലേ. ഗോവ കേരളവുമായി അതിർത്തി പങ്കിടുന്നില്ല. അടുത്തത്, അറബിക്കടലിനും ബംഗാൾ ഉൾക്കടലിനും ഇന്ത്യയിൽ തീരമുണ്ട്. അതോ? അത് ശരിയാണ്. അടുത്തത്, ഇന്ത്യയിൽ കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. അതും ശരിയാണ്. അടുത്തത്, ഇന്ത്യക്ക് 5 അയൽരാജ്യങ്ങളാണുള്ളത്. അത് തെറ്റാണ് അല്ലേ. കാരണം ഇന്ത്യക്ക് 7 അയൽരാജ്യങ്ങളുണ്ട് മൊത്തം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനം. ഇനി അടുത്ത യൂണിറ്റ്സൊക്കെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോസൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.